എന്താ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്? ഇന്ന് ഞങ്ങൾ ജോലി കയറില്ല സാർ, സ്ട്രൈക്കാണ്. കാരണം പുതിയ മാനേജ് പറഞ്ഞു ഈ വർഷത്തെ ബോണസ് ഇല്ലെന്ന്, അതുകൊണ്ടാണ്. ബോണസ് അനുവദിച്ചിരുന്നല്ലോ. എല്ലാവരോടും എഴുതി ഒപ്പിടിച്ച് വാങ്ങിച്ചു, പക്ഷെ രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല സാർ. ആഹാ, ശരി വരൂ. എന്തോ ഇന്നത്തേക്ക് 16 മതി. 16, 17, 18 പണിക്കരെ, ഇവർക്ക് ബോണസ് കൊടുത്തോ? വൗച്ചറുണ്ടല്ലോ. രൂപ കൊടുത്തോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ ബഹളം? എന്താണ് ഈ ബഹളം? എന്താണ് ശങ്കരപ്പള്ളി ഇവർക്ക് ബോണസ് കൊടുക്കാത്തത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല, ഒരു ജാതിയുമായിട്ടാണോ വന്നിരിക്കുന്നത്? എന്റെ ശ്രീകണ്ഠേശ്വര, ഈ അക്രമം എങ്ങനെ സഹിക്കും? പകൽക്കൊള്ളക്കായിരിക്കും വന്നിരിക്കണതല്ലേ? അത് നടക്കട്ടെ, അത് നടക്കട്ടെ. ആരാണ് കൊള്ളയടിക്കുന്നത്? ആരാണ് ശങ്കരപ്പള്ളി ഇവിടെ കൊടുങ്കൊള്ള നടത്തുന്നത്? ഈ പാവങ്ങൾ വെയിലും മഴയും സഹിച്ച് പകലന്തിയോളം അത്യുത്ഥാനം ചെയ്യുന്നത് മുഴുവൻ കൊള്ളയടിക്കുന്നത് താനല്ലേ? പട്ടിണിയും പരാധീനവുമായി കഴിയുന്ന പാവങ്ങളുടെ കുപ്പച്ചട്ടിയിൽ കൈയിട്ട് വരുന്നത് താനല്ലേ? അല്ലേടോ? നിലമറന്ന് സംസാരിക്കരുത്, നിലമറന്ന് പെരുമാറരുത്. നിങ്ങൾ ആരാണ് ഇതെല്ലാം ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് മിസ്റ്റർ രഘു ശരിക്കറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ അതല്ല പ്രശ്നം. നിങ്ങൾ എന്തുകൊണ്ട് ബോണസ് കൊടുത്തില്ല? കൊടുത്തില്ലെന്ന് ആര് പറഞ്ഞു? ഇവിടെ പണിക്കരെ താൻ കോന്തരപ്പടി നോക്കി നിൽക്കാതെ വൗച്ചർ തിടുവേ. നാണമില്ലേ ശങ്കരപ്പള്ളി തനിക്ക്? തന്റെ പകൽക്കൊള്ളയുടെ സാക്ഷ്യപത്രങ്ങൾ എടുത്ത് എന്നെ കാണിക്കാൻ. മര്യാദയ്ക്ക് അവർക്ക് രൂപ കൊടുക്കണം. കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ വാങ്ങിക്കും. അധ്വാനിക്കുന്നതിന്റെ അവകാശമാണ് അവർ ചോദിക്കുന്നത്. നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അവരുടെ അവകാശമാണ്. അത് കിട്ടിയേ സാധിക്കൂ, കിട്ടുകയും ചെയ്യും. കൊടുക്കുന്നതാണ് നന്ന്. കൊടുക്കുന്നില്ല, വാങ്ങിക്കുന്നത് കാണട്ടെ. കാണണോ? ആ, എന്നാ അത് തന്നെ നടക്കട്ടെ. വന്നടാകത്ത് വളയും. അതൊക്കെ നിന്റെ അനുവാദം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഉരിഞ്ച് അടങ്ങിപ്പോരുത്. പണിക്കരെ, എന്തോ ഒന്ന് താക്കോലം കൊടുക്കും. ശിവ, കണക്ക് നോക്കി ഇവർക്ക് ബോണസ് കൊടുക്കും. ആ, ഇനി വിട്ടേക്കണം. അവിടെ പോയി നിൽക്കണം. മോനെ, നീ കസിൽ ഉറപ്പിച്ചിരിക്കാൻ. ശ്രീകണ്ഠേശ്വര, ശ്രീകണ്ഠേശ്വര. അമ്മായിയപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം. അമ്മായിയപ്പൻ പിഴയാണെങ്കിൽ സംബന്ധം